കനത്ത മഴയും വെള്ളക്കെട്ടും വീട്ടുമതിൽ ഇടിഞ്ഞ് കാർ തകർന്നു. പള്ളിപ്പൊയിലിലെ സമീറ മൻസിലിലെ TK ഇർഷാദിന്റെ വീട്ടുമതിലാണ് തകർന്നത്. സമീപത്ത് നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്കാണ് മതിൽ പതിച്ചത്. പള്ളിപ്പുഴ ടൗണിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടിൽ നിന്നും കുത്തിയൊഴുകി വന്ന മഴവെള്ളം കാരണമാണ് മതിൽ തകർന്നത്. മഴവെള്ളം ഒഴുകിപ്പോകാൻ ഓവുചാലുണ്ടാക്കാൻ കോർപ്പറേഷന് നിരവധി തവണ പരാതി കൊടുത്തിരുന്നുവെങ്കിലും സഹായമൊന്നും ലഭിച്ചില്ലെന്ന് ഇർഷാദ് പറഞ്ഞു. ഇപ്പോൾ ഇന്ന് രാവിലെ വീണതാ ഈ മതിൽ 8 മണിക്ക്. നമ്മളെല്ലാവരും ഉറക്കമായിരുന്നു. അപ്പോൾ ശബ്ദം കേട്ടിട്ട് ഇറങ്ങി വന്ന് നോക്കുമ്പോഴാണ് സംഭവം കാണുന്നത്. അപ്പോൾ എൻ്റെ ഭാര്യൻ്റെ അനുജൻ്റെ വണ്ടി ഇവിടെ ഉണ്ടായിന്. അതിൻ്റെ മുകളിലാണ് വന്ന് വീണത്. അതൊക്കെ കംപ്ലീറ്റ് നശിച്ചിട്ടുണ്ട്. അത് എന്താ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് മാസങ്ങൾക്ക് ഒരു 4 കൊല്ലം മുന്നേ പരാതി കൊടുത്തിട്ടുണ്ട് കോർപ്പറേഷനിൽ. അതായത് ഇവിടെ വെള്ളക്കെട്ട്, പള്ളിപ്പോയിൽ കംപ്ലീറ്റ് വെള്ളക്കെട്ടാണ്, വീഡിയോകളിലും എല്ലായിടത്തും വെള്ളക്കെട്ടാണ്. അപ്പോൾ നമ്മൾ പരാതി കൊടുത്ത ഒരു ഓവ് കീറാനുള്ള ഒരു സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കയറി ഇറങ്ങാത്ത ഇതില്ല. എൻ്റെ വീട് ഞാൻ പുതിയതായിട്ട് എടുത്തതാണ്. ഇപ്പോൾ 2 വർഷം ആയിട്ടുള്ളൂ വീടെടുത്തിട്ട്. ഈ വീടെടുത്തിട്ട് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും ഞാൻ കോർപ്പറേഷനിൽ എൻ്റെ വീടിൻ്റെ നമ്പറിൻ്റെ ആവശ്യത്തിന് പോയിട്ട് എന്നെ ഒരു 3-4 പ്രാവശ്യം കയറ്റി ഇറക്കിച്ചിന്. നമ്മൾ തന്നിട്ടില്ല. ഇവിടെ വന്നിട്ട് എല്ലാം എൻ്റെ കംപ്ലീറ്റ് എല്ലാം പെർമിറ്റിൽ എന്താണ് പറഞ്ഞത് അതുപോലെ എൻ്റെ വീടെടുത്തിന്. എന്നിട്ട് നമ്പർ പോലും തരായിട്ടും അതിൽ പോരാണ്ട് ഈ വെള്ളം ഉറവൊട്ടിയിട്ടാണ് വരുന്നത്. ആ പറമ്പിൽ നിന്ന് കംപ്ലീറ്റ് വെള്ളം ആ ഇടയ്ക്കോട്ട് വന്നിട്ട് ഉറവെള്ളമാണ് വരുന്നത്. അപ്പോൾ ആ കെട്ടി നിൽക്കുന്ന വീഡിയോ സഹിതം ഇതാ അന്ന് അവർ വീടിൻ്റെ വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഫോട്ടോ സഹിതം അവർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. വെള്ളം വരുന്നതടക്കം അന്ന് കാറ് മുങ്ങിക്കിടക്കുന്നതാണ് ഇത് വീട്ടിലുണ്ടായ. ആ പരാതി കൊടുത്തിട്ടും ഇതാണ് അവർക്ക് അന്ന് കൊടുത്ത പരാതി. ഈ പരാതി കൊടുത്തിട്ട് പോലും ഓവ് സംബന്ധമായ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഇത് വെച്ചാൽ ഒരു 8-9 മണി കഴിഞ്ഞിട്ടാണെങ്കിൽ കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ് ഇത്. ഇന്ന് സംഭവിച്ചാൽ പിന്നെ നമ്മൾ ആരോട് പറയാൻ ആരും ഉണ്ടാവില്ല. സംഭവിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ പരാതി കൊടുത്തത്. ഒരു ഓവിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഇന്നേ വരെ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഇന്ന് ഞാൻ ഈ കളക്ടർക്ക് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഈ ഒരു സംഭവം വെച്ചിട്ട് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ടവറിന് കുണ്ടയൊക്കെ ഇളയിട്ടുണ്ട്. ടവറൊക്കെ വീണ് എന്താ സംഭവിക്കുക? അതിനിപ്പോൾ അടിത്തറയില്ല, ടവറിന് അടിത്തറയില്ല. കംപ്ലീറ്റ് അടിമണ്ണ് ഒഴുകിയിട്ടുള്ളൂ ടവറിൻ്റെത്. ഈ ടവറും എൻ്റെ വീട്ടിന് ഭീഷണിയായിട്ടുള്ളത്. നമ്മളിത് ആരോട് പറയേണ്ടത്? അത് ഇത്ര ലക്ഷം ഏകദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ തോന്നുന്നു ഈ വണ്ടി ഇപ്പോൾ പണിയെടുപ്പിക്കാൻ തന്നെ നിങ്ങളെല്ലാം കംപ്ലീറ്റ് പോയി. ലാസ്റ്റ് പോയിന്റ് സേവ് എന്തായാലും ഒരു 3 ലക്ഷം റുപ്യ വേണ്ടി വരും വണ്ടിക്ക് പണിയെടുപ്പിക്കാൻ തന്നെ. പിന്നെ വീടിൻ്റെ പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഘടകന്നെ ഞാൻ കംപ്ലീറ്റ് ബെൽറ്റിട്ട് കെട്ടിയ ഘടകമാണ്. ഈ ഘടകിൻ്റെ മുകളിൽ തന്നെ 3-4 ലക്ഷം റുപ്യ ഈ ഘടകിൻ്റെ മുകളിൽ ചെയ്തിന്. അതൊന്നും ഇനിയിപ്പോൾ ഞാൻ ആരോട് പറയാൻ ആരോട് പറ്റിയ കാര്യമില്ല. വീടിന് സമീപത്തുള്ള ടവറും ഇപ്പോൾ അപകട ഭീഷണിയിലാണുള്ളത്.